ഹലോ എവരിവൺ, വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. ഈ കഴിഞ്ഞ ആഴ്ച കുറച്ച് ചെറുപ്പക്കാർ എന്തൂസിയാസ്റ്റുകൾ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദേ വർ ഇൻ ദെയർ ഏർലി 20s. അപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ വർ ഡ്രൈവിംഗ് നൈസ് ജർമ്മൻ കാഴ്സ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അവരവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി ഒരു 2 or 3 years ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ വണ്ടികൾ ഓടിക്കുന്നത് ഇറ്റ്സ് വെരി നൈസ് ഓഫ് ദം ടു ഡ്രൈവ് ദാറ്റ് എക്സ്പെൻസീവ് കാർ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ ടോൾഡ് മീ ദെയർ ലൈഫ് സ്റ്റോറി. അവർ പറഞ്ഞു, ടോക്കിംഗ് കാഴ്സാണ് ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. ഇത്രയും നല്ല വണ്ടികൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം തന്നത് നിങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ ഇവിടെ ബോട്ടെ ബലേനോ അല്ലെങ്കിൽ ഒരു i20 അങ്ങനത്തെ ഒരു വണ്ടിയായിരിക്കും അവർ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതേ സെയിം പ്രൈസിന് നമുക്ക് ഇതുപോലത്തെ നല്ല ജർമ്മൻ കാറുകൾ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടിട്ട് വൺ ഓഫ് ദം ബോട്ട് എൻ E-Class, അത് വൺ ഹാഡ് എ BMW 3 Series, വേറൊരാൾക്കൊരു Audi Q3 ഉണ്ടായിരുന്നു. ആൻഡ് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, കാരണം അവർക്കൊരു ലൈഫ് ഓൾട്ടറിങ് ആയിട്ടുള്ളൊരു അഡ്വൈസ് നമ്മൾ കൊടുത്തു എന്നുള്ളതും അവരത് ഫോളോ ചെയ്തു എന്നുള്ളതും. ആൻഡ് ദേ ബോട്ട് എ നൈസ് കാർ. ചെറിയ പേടിയുണ്ട്, കാരണം ഈ വണ്ടി കേടാവുമ്പോൾ നാളെ തിരിച്ചു പറയരുത്. പക്ഷേ വെൻ ദേ ഹാവ് ദീസ് കാർസ് അവർക്കറിയാം ദീസ് കാർസ് ആർ സ്പെഷ്യൽ. ആൻഡ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ വണ്ടികളൊക്കെ പ്രൈസ് കൊണ്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, പക്ഷേ മെയിൻ്റനൻസ് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് ക്ലെവറായ, കുറച്ച് സ്മാർട്ടായിട്ട് നമ്മൾ ആ വണ്ടി ഓൺ ചെയ്യാണ്. ചില കേസുകളിലൊക്കെ നമ്മൾ തന്നെ പാർട്സ് സോഴ്സ് ചെയ്യാണ്, ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ നമ്മൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ അഫോർഡ് ദം എന്നുള്ളത് അവർക്ക് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് ആ ഒരു കാര്യത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട്, കാരണം നമ്മളവിടെ ഒരു ഡ്രീമാണ് അവർക്ക് സെല്ല് ചെയ്തത്. ആൻഡ് ദേ ആർ നൗ ലിവിങ് ദാറ്റ് ഡ്രീം. ആൻഡ് എൻ്റെയും ഡ്രീമാണ്, കാരണം എല്ലാ വീട്ടിലും ഒരു ജർമ്മൻ കാർ എന്നുള്ളതാണ് ഗാന്ധിജി കണ്ട സ്വപ്നം. അപ്പോൾ ആ ഒരു ഡ്രീമാണ് നമ്മളിവിടെ സെല്ല് ചെയ്യുന്നത്. ദിസ് ഈസ് അനദർ യൂസ് കാർ ബൈയിങ് സീരീസ്. ഇന്നിപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടി BMW 330i ആണ്. യൂസ് കാറുകളെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു വണ്ടി ചെയ്തിട്ടുണ്ട്, നമ്മളൊരു C43 AMG ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് വാസ് എ ബിറ്റ് എക്സ്പെൻസീവ്. പലർക്കും അവരുടെ പ്രൈസ് റേഞ്ചിന് മുകളിലാണ് ആ വണ്ടി. ഓഫ് കോഴ്സ് നമ്മുടെ തന്നെ ചാനലിലൊരു വ്യൂവറാണ് ആ വണ്ടി വാങ്ങിച്ചത്. പക്ഷേ എന്നാലും ദിസ് ഈസ് മോർ അഫോർഡബിൾ, ദിസ് ഈസ് എൻജോയബിൾ ടു മോർ പീപ്പിൾ. ആൻഡ് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബൈ എ കാർ ലൈക്ക് ദിസ്. ഇതിൻ്റെ ഒരു ആവറേജ് കണ്ടീഷനിലുള്ളൊരു വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 6 to 8 ലക്ഷമാണ്. ഒരു മിൻ കണ്ടീഷനിലുള്ളൊരു വണ്ടിക്ക് ഒരു 8 to 10 ലക്ഷവും. വളരെ ക്ലീൻ എക്സാമ്പിൾ, സംതിങ് ലൈക്ക് ഒരു ചെറിഷ് ചെയ്തിട്ടുള്ളൊരു വണ്ടി മേ ബി ഒരു മോഹവില എന്നുള്ള രീതിയിൽ ഒരു 10, 11, 12 വരെയൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോണത് എന്തുകൊണ്ടൊരു ജർമ്മൻ കാർ വാങ്ങണം എന്നുള്ളതും അതിൽ തന്നെ എന്തുകൊണ്ട് 330i എന്നുള്ളതുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും യു ഹാവ് ടു ഹാവ് എ ജർമ്മൻ കാർ. കാരണം അത് ഓഫർ ചെയ്യുന്ന പല ഫീലിങ്ങുകളും നമ്മൾ സാധാരണ വണ്ടികളിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളാണ്. യെസ്, ജാപ്പനീസ് കാർസ് ആർ മോർ റിലയബിൾ. ഇറ്റാലിയൻ കാർസിന് കുറേ കൂടി ഫ്ലെയർ ഉണ്ട്. ഇന്ത്യൻ കാർസിന് അതിൻ്റെ ഒരു പാട്രിയോട്ടിക് സെൻസ് ഉണ്ട് നമുക്ക് ഓടിച്ചടക്കുമ്പോൾ. അമേരിക്കൻ കാർസിന് ആ ടഫ്നെസ്സും ആ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ജർമ്മൻ കാർ ഒരു വേറൊരു ബ്ലെൻഡാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ആസ് ഇൻ ഇതിൻ്റെ പെർഫോമൻസ് വേറൊരു ലീഗിലാണ്. നമ്മൾ ജാപ്പനീസ് കാറുകൾ പോലെ റിവ്യൂ ചെയ്ത് മുകളിൽ മാത്രമല്ല പോറ്, ഇവർക്കൊരു വേറൊരു ക്യാരക്ടറാണ്. ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിന് ഒരു ടൈറ്റ്നെസ് ഉണ്ട്. സ്ട്രേറ്റ് ലൈൻ ഹൈവേ സ്പീഡ്സിൽ ദേ ആർ വെരി സ്റ്റേബിൾ. കോർണേഴ്സിലൊക്കെ ഒരു പ്ലാന്റഡ്, ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. ആൻഡ് റൈഡ് ക്വാളിറ്റി യു ആർ കംഫർട്ടബിൾ, പക്ഷേ എന്നാലും വളരെ സോഫ്റ്റ് അല്ല. ഇതിൻ്റെ ഒരു ബ്ലെൻഡ് നമ്മൾ എൻജോയ് ചെയ്യണം. യു ഫീൽ കണക്റ്റഡ് ടു ദ കാർ. ഇതിനൊരു ലെവൽ ഓഫ് സോളിഡിറ്റി ഉണ്ട്. ആൻഡ് യെസ്, ദേ ആർ ഹൈ മെയിൻ്റനൻസ്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ട് യു ഡോണ്ട് മൈൻഡ് ദാറ്റ് ആഫ്റ്റർ എ വൈൽ. ആൻഡ് ഞാൻ പറയുന്നത് ഈ ജർമ്മൻ കാറുകൾ നമ്മളെ പഠിപ്പിക്കുന്ന അത്രയും കാര്യങ്ങളൊന്നും മറ്റു വണ്ടികളൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഫോർ വൺ തിങ്, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ നല്ല മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ജോലി ചെയ്ത് കാശുണ്ടാക്കിയാൽ ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളിടത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. നമ്മൾ കുറച്ചധികം പൈസ ഉണ്ടാക്കിയാലേ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം സാധാരണത്തിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടും. സാധാരണത്തിലും കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ. ആൻഡ് ദാറ്റ് ഈസ് ജസ്റ്റ് ദ സ്റ്റാർട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ദൈവവിശ്വാസം വരും. നമ്മളിപ്പോൾ ദൈവത്തിലൊന്നും വിശ്വസിക്കില്ലെങ്കിലും എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനയോടെ മാത്രമേ നമ്മൾ ഈ വണ്ടി എടുക്കുള്ളൂ. ദൈവമേ, ഇന്ന് ആ ചെക്ക് എഞ്ചിൻ ലൈറ്റ് വരരുതേ, ഇന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തത്. പക്ഷേ കുറച്ച് മുന്നേ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് വന്നിട്ടുണ്ട്. ഈ വിളക്ക് കെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരും. ആൻഡ് അവിടെ നമുക്ക് കാര്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ലഹരി വസ്തുക്കളും അങ്ങനത്തെ സാധനങ്ങളിലേക്കൊന്നും അടിമപ്പെടില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. വെൻ യു ഹാവ് എ ജർമ്മൻ കാർ, നമ്മൾ ഇത് വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന കാശും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ പ്രയോറിറ്റീസോ. സിഗരറ്റ് വലിച്ചും കള്ളു കുടിച്ചൊന്നും കളയാൻ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്.
മൂന്നാമത് നമ്മൾ പഠിക്കുന്ന കാര്യം ക്ഷമയാണ്. ഇതുപോലെ ഒരു ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അത് കെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും പാർട്സ് വരാനൊക്കെ ആയിട്ട്. സോ ദാറ്റ് വേ നമ്മൾ കുറേയധികം പേഷ്യൻസ് പഠിക്കും, നമുക്ക് നല്ല ക്ഷമയുണ്ടാവും. ആൻഡ് ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനെയും ഒന്ന് പാകപ്പെടുത്തും. കാരണം നമുക്ക് ഇഫ് യു ക്യാൻ പുട്ട് അപ്പ് വിത്ത് ഓൾ ഓഫ് ദിസ് ദെൻ യു ക്യാൻ പുട്ട് അപ്പ് വിത്ത് എവറിത്തിങ് ഇൻ ലൈഫ് എന്നുള്ള പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറും. ആൻഡ് യു വിൽ ബിക്കം എ ബെറ്റർ പേഴ്സൺ. ആൻഡ് ഈ ഒരു ഹാർഡ് വർക്കും ഈ ഒരു ക്ഷമയും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ മറ്റു കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫാമിലി ലൈഫിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അലട്ടില്ല. കാരണം യു ആർ പുട്ടിങ് അപ്പ് വിത്ത് ഈവൻ ബിഗർ തിങ്സ്. ആൻഡ് ഇത് ശീലിച്ചു കഴിഞ്ഞാൽ മറ്റേതൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നും. ആൻഡ് അങ്ങനെ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പാർട്സ് എല്ലാം കിട്ടി, വണ്ടിയൊക്കെ ശരിയായി. വീണ്ടും വർക്ക്ഷോപ്പിൽ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം കിട്ടും. ആൻഡ് ആ ഒരു കുറച്ച് ദിവസം യു വിൽ എൻജോയ് ദിസ് കാർ. നമുക്ക് വേറൊന്നും വേണ്ട. യു ഫിൽ അപ്പ് പെട്രോൾ, യു കം ടു എ റോഡ് ലൈക്ക് ദിസ് ആൻഡ് യു എൻജോയ് ദ കാർ. ഇവിടെയാണ് എ BMW 3 Series ലൈക്ക് ദിസ് കംസ് അലൈവ്. സോ 330i എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് ഇറ്റ് ഹാസ് ദ N52 B30 എഞ്ചിൻ. സ്ട്രേറ്റ് 6 ആണ്, 6 സിലിണ്ടേഴ്സ്, 3 liters, 255 horse power. ആൻഡ് ഇറ്റ് ഹാസ് 50-50 വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഏറ്റവും കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിങ്ങുകളിലൊന്ന്. ഇതൊരു സ്പോർട്സ് കാറിൽ വെച്ചാലും തെറ്റില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സ്റ്റിയറിംഗ് ആണ്. ഹൈഡ്രോളിക് ആണ്. യു ഫീൽ എവറിത്തിങ് ഓൺ ദ റോഡ്. ആൻഡ് ഈ ഒരു റോഡിൽ നമുക്ക് ഈ ഒരു കോമ്പാക്ട് സൈസും നമുക്കൊരു കോൺഫിഡൻസ് തരും. കാരണം ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ദേ ആർ ഹ്യൂജ്, ദേ ആർ മാസീവ്. ഇപ്പോഴത്തെ പല വണ്ടികളും നമുക്ക് ഓടിക്കുമ്പോൾ നമുക്കറിയാം മറ്റു വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒതുക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളത്. ഇതിലങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് പണ്ട് കാലത്തെ BMW പോലെയാണ്. ദിസ് ഈസ് റിയലി സ്മോൾ. ആൻഡ് നമ്മൾ ഈ കോർണറുകളിലൊക്കെ നമ്മൾ ആ റൊട്ടേഷൻ്റെ സെൻറ്ററിലാണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. ബ്രേക്സ് ആർ റിയലി ഗുഡ്. ബ്രേക്സിൻ്റെ ആ ഒരു ഫീലൊക്കെ വളരെ നല്ലതാണ്. സ്റ്റിയറിംഗ് നമുക്ക് യൂഷ്വലി ഭയങ്കര ഹെവി ആണെന്ന് തോന്നും, പക്ഷേ ഈ ഒരു കോർണറുകളിൽ ഈ ഒരു സ്പീഡിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇറ്റ് റിയലി കംസ് അലൈവ്. What a car and what an engine. N52 was one of the lightest 6-cylinder engines at that point of time, and ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ we know it's also one of the most reliable BMW engines. നമ്മളിപ്പോൾ ഈ റിവ് ചെയ്യണ പോയിന്റിൽ ഇറ്റ് ഫീൽസ് ടർബൈൻ സ്മൂത്ത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻലൈൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് അവിടെ നിന്നാണ് മനസ്സിലാവുന്നത്. 7000 RPM വരെ റിവ് ചെയ്യും. വലിയ ലോയിൻ്റെ ഒന്നും ഇല്ല, പക്ഷേ വൺസ് യു ഗെറ്റ് ഇറ്റ് മൂവിങ് ഒരു 4000 RPM എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ വേരിയബിൾ വാൽ ടൈമിംഗ് ഹയർ ഇതിലോട്ട് സ്വിച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ ലീനിയർ ആണ്. 255 bhp മേ നോട്ട് സൗണ്ട് ലൈക്ക് എ ലോട്ട്, പക്ഷേ ഔട്ട് ഹിയർ ഈ ഒരു റോഡ് കണ്ടീഷൻസിൽ യു ഡോണ്ട് നീഡ് എനിത്തിങ് മോർ. BMW അന്ന് ക്ലെയിം ചെയ്തിരുന്ന 0 to 100 in 6.6 seconds ആണ്. ആൻഡ് ഇറ്റ് ഫീൽസ് എവറി ബിറ്റ് ആസ് ഫാസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ഓൾഡ് സ്കൂൾ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ദിസ് ഹാസ് ദാറ്റ് ഇൻ സ്പേഡ്സ്. ഇന്നിപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വി ആർ യൂസ് ടു സോ മെനി ഫാസ്റ്റ് കാർസ്. നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള ടർബോ പെട്രോൾസ് ഓടിച്ചു കഴിഞ്ഞു, നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്സ് ഓടിച്ചു കഴിഞ്ഞു. ബട്ട് ഗെറ്റിംഗ് ബാക്ക് ടു വൺ ഓഫ് ദിസ് കാർ റിമൈൻഡ്സ് യു വാട്ട് ഡ്രൈവിംഗ് ഈസ് ഓൾ അബൌട്ട്. ആകെ ഒരു കുഴപ്പം പറയാനാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ മാനുവൽ. BMW ഇന്ത്യയിൽ അധികം മാനുവൽസ് ഒന്നും വിറ്റിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് M2 അല്ലാണ്ട് വേറൊരു വണ്ടി ഒരു മാനുവൽ വിറ്റിട്ടില്ല. സോ യു ആർ സ്റ്റക്ക് വിത്ത് ദ ZF 6-speed ഗിയർ ബോക്സ്. ഇറ്റ്സ് നോട്ട് സ്ലോ, പക്ഷേ എന്നാൽ ഇന്നത്തെ മോഡേൺ ട്രാൻസ്മിഷൻസ് ഒക്കെ ശീലിച്ച് കഴിഞ്ഞിട്ട് യു ഫീൽ ദാറ്റ് ദിസ് ഇസ് എ ബിറ്റ് സ്ലോവർ. അത് നമുക്ക് കുറച്ചൊക്കെ സോർട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ലിവർ ലെഫ്റ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ഇൻ ടു സ്പോർട്ട്. നമ്മൾ സ്പോർട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് പോയിന്റ്സ് ഒക്കെ കുറച്ചും കൂടിയും ബെറ്റർ ആവും. കുറച്ചും കൂടിയും എഞ്ചിനെ പവർ ബാൻഡിൽ കീപ്പ് ചെയ്യും. ആൻഡ് യു ഓൾസോ ഗെറ്റ് ദിസ് പാഡൽ ഷിഫ്റ്റേഴ്സ് ബിഹൈൻഡ് ദ സ്റ്റിയറിംഗ് വീൽ. അത് കുറച്ച് ഓൾഡ് സ്കൂളാണ്. കാരണം രണ്ട് പാഡൽസും ഒരേ കാര്യം തന്നെ ചെയ്യുന്നത്. നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അപ്പർ പാർട്ടിൽ പ്രസ് ചെയ്യും, അപ്പ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പുള്ള് ചെയ്യും. പക്ഷേ ഇറ്റ്സ് റീസണബിളി ഫാസ്റ്റ്. ആൻഡ് ഞാനിപ്പോൾ 2 ഗിയർ മാറിക്കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് ആൻ M3. ആൻഡ് യു ഓൾസോ ഗെറ്റ് ദിസ് സൗണ്ട് ട്രാക്ക്. കാരണം ദിസ് വാസ് വൺ ഓഫ് ദി ലാസ്റ്റ് നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻസ് ഫ്രം BMW, ആൻഡ് ടുഡേ ഐ ഗെറ്റ് ടു എൻജോയ് ഇറ്റ്. ഇതിൻ്റെ ആ ലീനിയർ പവർ ഡെലിവറിയും ആ ഒരു സ്മൂത്ത്നെസ്സും യു ഡോണ്ട് ഗെറ്റ് ദാറ്റ് എനിമോർ. ഇനിയുള്ള എഞ്ചിനുകളിലൊന്നും നമുക്കിത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. യെസ്, എഞ്ചിൻസ് ഹാവ് ഗോട്ട് ബെറ്റർ ഓവർ ടൈം. ടർബോക്ക് ഉണ്ടെങ്കിലും ടർബോ ലാഗ് ഹൈഡ് ചെയ്യുന്ന രീതിയിലൊക്കെ എഞ്ചിൻസ് മാറിയിട്ടുണ്ട്. പക്ഷേ വാട്ട് യു ഗെറ്റ് ഇൻ ദിസ് ഈസ് സംതിങ് എൽസ്. നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഭാഗമാവുകയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളിവിടെ ഫാസ്റ്റായിട്ട് ഇതിങ്ങനെ ഓടിക്കുമ്പോൾ യു ഫീൽ കണക്റ്റഡ് ടു ദ റോഡ്. ഇൻഫാക്ട് യു ഫീൽ ടു കണക്റ്റഡ് ടു ദ റോഡ്. റോഡിലുള്ള എല്ലാ ഇംപെർഫെക്ഷനും നമുക്ക് ഫീൽ ചെയ്യും. ചെറിയൊരു ബമ്പ് ഉണ്ടെങ്കിലും ദാറ്റ് ഫീൽസ് ലിറ്റിൽ ഹാർഡ്. ആൻഡ് അതിനൊരു വലിയൊരു കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് അന്നത്തെ ആ ടയേഴ്സ് ആയിരുന്നു. കാരണം യു ഹാഡ് റൺ ഫ്ലാറ്റ്സ്. ദേ വർ നോട്ട് ദ ബെസ്റ്റ് റൈഡിങ് ടയേഴ്സ് അറൗണ്ട്.
അപ്പോൾ 2005 ഈ ഒരു E90 എന്ന് പറയുന്ന ഷാസി ഇറങ്ങുന്നത്. ഇതിന് പല ബോഡി സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. യു ഹാഡ് ദ 4 ഡോർ സെഡാൻ, നമ്മളിപ്പോൾ ഓടിക്കുന്ന പോലത്തെ വേരിയൻറ്റ്. ഇതിൻ്റെ സ്റ്റേറ്റ് വേർഷൻ ഉണ്ടായിരുന്നു, 2 ഡോർ കൂപ്പേ ഉണ്ടായിരുന്നു, കാബ്രിയോ ഉണ്ടായിരുന്നു. ആൻഡ് ഈ പറഞ്ഞ ബോഡി സ്റ്റൈലുകളിലൊക്കെ യു ഹാഡ് ദ M3 ഓൾസോ വിത്ത് 4 ലിറ്റർ V8. പല എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, റൈറ്റ് ഫ്രം 4 സിലിണ്ടർ ഓൾ ദ വേ ടു V8. നമുക്ക് ഇന്ത്യയിൽ കിട്ടിയേക്കുന്നത് 320i ഉണ്ടായിരുന്നു, 4 സിലിണ്ടർ പെട്രോൾ ആയിരുന്നു. 320 ഡീസൽ ഉണ്ടായിരുന്നു, 4 സിലിണ്ടർ ഡീസൽ ആയിരുന്നു. അതുപോലെ ഇനീഷ്യലി നമുക്ക് 325i ഉണ്ടായിരുന്നു, 6 സിലിണ്ടർ ആയിരുന്നു. അതിൻ്റെ ഫേസ് ലിഫ്റ്റിൽ നമുക്ക് 330i കിട്ടി. ഇതിന് പുറമെ ഇതിൻ്റെ കൺവേർട്ടിബിളിൽ നമുക്ക് 330 ഡീസൽ ഇൻലൈൻ 6 സിലിണ്ടർ ഡീസൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് M3 കിട്ടിയിട്ടുണ്ടായിരുന്നു വിത്ത് 4 ലിറ്റർ V8. അത് കൺവേർട്ടിബിളും കൂപ്പേ ആയിട്ട് 2 വേർഷൻസിലും നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ഈ കൂട്ടത്തിൽ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 330i ആണ്. ഇറ്റ് വാസ് ദ ക്വിൻറ്റസെൻഷ്യൽ BMW. നമ്മൾ BMW ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നോക്കുന്ന പോലത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ വണ്ടിയിലുണ്ട്. ആൻഡ് ഇന്നിപ്പോൾ നമുക്ക് റിലേറ്റീവ്ലി ചീപ്പായിട്ട് നമുക്ക് ഈ വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു ആർ ക്ലെവർ ഇനഫ് നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബൈ ദ ബെസ്റ്റ് എക്സാമ്പിൾ യു ക്യാൻ അഫോർഡ്. നമ്മളെല്ലാ ജർമ്മൻ കാറിലും പറയുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. നമ്മളിപ്പോൾ ഈ വണ്ടി ചീപ്പായിട്ട് വാങ്ങിച്ചിട്ട് ഇതെല്ലാം ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ്പെൻസീവ്. കാരണം പാർട്സ് എല്ലാം എക്സ്പെൻസീവ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദ ചീപ്പസ്റ്റ് ജർമ്മൻ കാർ യു ബൈ വിൽ ബി ദ മോസ്റ്റ് എക്സ്പെൻസീവ് ജർമ്മൻ കാർ യു വിൽ ഓൺ എന്നുള്ളത്. കാരണം നമ്മൾ ഓവർ ടൈം നമ്മളിതിൻ്റെ പല സാധനങ്ങളും ശരിയാക്കി എടുത്ത് നല്ല കണ്ടീഷനിലാക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി എക്സ്പെൻസീവ്. പല പാർട്സും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി ചീപ്പായിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളിതെല്ലാം ഫിക്സ് ചെയ്യാൻ പോയി കഴിയുമ്പോഴത്തേക്കും യു വിൽ നോ ദാറ്റ് ഇറ്റ് വിൽ കോസ്റ്റ് എ ലോട്ട് മോർ. അപ്പോൾ അന്നേരം നമുക്ക് നല്ല വണ്ടി മേടിച്ചാൽ മതിയായിരുന്നു. സമയവും ലാഭം പൈസയും ലാഭം എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ കാണേണ്ടത്. സോ അപ്പോൾ അതുകൊണ്ട് ബൈ ദി ബെസ്റ്റ് എക്സാമ്പിൾ യു ക്യാൻ ഫൈൻഡ് ആൻഡ് ദാറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പാർട്സ് സ്കിംപ് ചെയ്യരുത്. യു ഹാവ് ടു ബൈ ദ ബെസ്റ്റ് പാർട്സ് അവൈലബിൾ. വണ്ടി മേടിച്ച ഉടനെ തന്നെ ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ വോൺ ഔട്ട് ആയിട്ടുള്ള ബുഷസും അങ്ങനത്തെ പാർട്സ് എല്ലാം റീപ്ലേസ് ചെയ്യുക. കാരണം ദിസ് കാർ ഈസ് ഓൾ അബൌട്ട് ദ ഡ്രൈവിംഗ്. ഇതിൽ ഓടിക്കാനുള്ള ഒരു ഫൺ പോയി കഴിഞ്ഞാൽ യു വിൽ നെവർ എൻജോയ് ദിസ് കാർ. കാരണം വേറെ പറയത്തക്കതായ ക്വാളിറ്റീസ് ഒന്നുമില്ല, അകത്ത് വലിയ സ്പേസ് ഒന്നുമില്ല, കംഫർട്ടും വലിയ കാര്യമായിട്ടൊന്നുമില്ല. റൈഡ് ക്വാളിറ്റി ഈസ് ടെറിബിൾ, ഫ്യൂൽ കൺസംഷൻ ഈസ് അട്രോഷ്യസ്. നമ്മളിപ്പോൾ ഒരു 6-7 km/ലിറ്ററിനോടൊക്കെ നമ്മൾ യൂസ്ഡ് ആവേണ്ടി വരും. ആവറേജ് ഡ്രൈവിങ്ങിലൊക്കെ അത്രയൊക്കെ കിട്ടുള്ളൂ. ഞാൻ ഹൈവേയിൽ ഓടിച്ച് വരുമ്പോൾ 9 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ കഷ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ ആയപ്പോഴത്തേക്കും ഐ എം ഡൗൺ ടു 3 or 4 km/ലിറ്റർ. ഫുൾ ടാങ്ക് അടിച്ച് രാവിലെ ഇറങ്ങിയതാണ്. നൗ ഐ എം ഓൾമോസ്റ്റ് ഡൗൺ ടു ഹാഫ് ടാങ്ക്. ഓക്കെ, മറ്റ് പ്രോബ്ലം ഏരിയാസും കൂടിയും പറയാം. ഇതിൻ്റെ എഞ്ചിൻ റിലയബിൾ ആണെന്ന് പറഞ്ഞാലും ഇറ്റ് ഹാസ് എ ഫ്യൂ വീക്ക് സ്പോട്ട്സ്. നമുക്കിതിൻ്റെ വാനോസ് ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആവും. ഇറ്റ് ഹാസ് 2 സോൾനോയിഡ്സ്. ഇൻടേക്കിലും എക്സോസ്റ്റിലും ഓരോ സോൾനോയിഡ്സ് ഉണ്ട്. അബൌട്ട് 13K, ഒരു 80,000-90,000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ ദോസ് ഫെയിൽ. സോ യു ഹാവ് ടു റീപ്ലേസ് ദാറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ വാൽട്രോണിക്കിൻ്റെ മോട്ടറും ചില സമയത്ത് കംപ്ലൈൻ്റ് ആവാറുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് വർത്ത് കൺസിഡറിങ്. നിങ്ങൾ വണ്ടി മേടിച്ച് ഓടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റിവ്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇഫ് ഇറ്റ് ഡസൻറ്റ്, ദാറ്റ് കുഡ് ബി വൺ ഓഫ് ദ റീസൺസ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോയിൽ പാക്സ് പാക്കപ്പ് ചെയ്യാറുണ്ട്. സ്പാർക്ക് പ്ലഗ്സ് ഇറിഡിയം പ്ലഗ്സ് ആണ്. സോ ദോസ് ക്യാൻ ഓൾസോ ഫെയിൽ. എഞ്ചിന് മിസ്ഫയറും ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അതർവൈസ് കോയിൽ പാക്സും സ്പാർക്ക് പ്ലഗ്സും ഒരു തവണ മാറുക. ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ അനദർ 20,000 to 40,000 kilometers ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ഡ്രൈവ്. അതുപോലെ ഇതിൻ്റെ വാൽ കവർ ഗ്യാസ്കറ്റ്സ് പോകാറുണ്ട്, വിച്ച് ഇസ് കോമൺ ഫോർ മോസ്റ്റ് E90 ആ ഒരു സമയത്തുള്ളതാണ്. അപ്പോൾ അത് നേരം യു വിൽ ഹാവ് CCV ഇഷ്യൂസ്. അപ്പോൾ അതുകൊണ്ട് പുതിയ വാൽ കവർ ഇടുന്ന സമയത്ത് ഗെറ്റ് എ ന്യൂ CCV2. അതുപോലെ ഇതിൻ്റെ ഓയിൽ കൂളർ ഹൗസിങ്ങിൻ്റെ ഗ്യാസ്കറ്റും ഫെയിൽ ആവാറുണ്ട്, വിച്ച് ഇസ് കോമൺ ടു ഓൾ E90s. അപ്പോൾ അതും ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂളൻ ഹോസുകളാണ്. അത് ഇൻ ടിപ്പിക്കൽ BMW ഫാഷൻ വളരെ പുവർ ക്വാളിറ്റിയാണ്. സോ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെരിഷ് ആവും. അതിൻ്റെ എൻഡുകൾ ബ്രിട്ടിലായി അത് ബ്രേക്കായി പോകുന്നതാണ് കോമൺ ആയിട്ട് കണ്ടേക്കുന്ന ഒരു ഫോൾട്ട്. സോ യു വിൽ ഹാവ് ടു റീപ്ലേസ് ദാറ്റ്. പിന്നെ ഇഞ്ചക്ടർ ഫെയിലിയറുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു സ്ട്രാറ്റിഫൈഡ് മോഡ് ഉണ്ട്. സോ നമ്മൾ ഇഞ്ചക്ടേഴ്സ് നല്ല രീതിയിലുള്ള ആറ്റമൈസേഷൻ ചെയ്യാണ്ട് വരുമ്പോൾ യുവർ ഫ്യൂൽ കൺസംഷൻ വിൽ ബി ടെറിബിൾ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഹാവ് ഇറ്റ് ചെക്ഡ്. കാര്യമായ റസ്റ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷേ എന്നാലും ടൈറോഡ് എൻസ് റസ്റ്റ് ചെയ്യാറുണ്ട്. ചില വണ്ടികളിൽ സബ് ഫ്രെയിം റസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. സോ അത് നല്ല രീതിയിൽ ചെക്ക് ചെയ്യാൻ മേടിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ യൂഷ്വലി കണ്ടേക്കുന്നത് ഇതിൻ്റെ ജനറൽ പ്ലാസ്റ്റിക്സ് അതുപോലെ തന്നെ റബ്ബർ പാർട്സ് ഒക്കെ BMWകളുടെ പലപ്പോഴും മോശമാണ്. ഇപ്പോൾ ഈ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റിയറിംഗ് മുകളിൽ ഈ ഒരു മെറ്റീരിയലൊക്കെ ഒരു റബ്ബറൈസ്ഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് പതുക്കെ മോശമായി പീലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെൻട്രൽ കൺസോളിലുള്ള സ്വിച്ചസിൻ്റെ മുകളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ പലപ്പോഴും പീലാവാറുണ്ട്. ദെൻ യു ഹാവ് യുവർ ഡോർ ഹാൻഡിൽസ്, അത് വളരെ സ്റ്റിക്കി ആയി പോകും. പല വണ്ടികളിലും ഹെഡ് ലൈനിങ് സാഗ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് വിൽ ഹാവ് ടു ബി റീഡൺ. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ചുറ്റുമുള്ള ബീഡിങ്ങിലെ റബ്ബറൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രിട്ടിലായി പതുക്കെ പൊടിഞ്ഞു പോകും. സോ ദാറ്റ് നീഡ്സ് ടു ബി അറ്റൻഡഡ് ടു. അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ പ്ലാസ്റ്റിക് ഷോഡും അതുപോലെ തന്നെ കൂളിംഗ് ഫാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത്രയും പ്രായമായതുകൊണ്ട് വണ്ടിയുടെ കൂളിംഗ് കോയിൽ അതുപോലെ AC റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസൊക്കെ വേണമെങ്കിൽ വരാം. ഈ കോയിൽ പാക്സിനൊക്കെ അപ്രോക്സിമേറ്റ്ലി 7,000 രൂപ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി വാങ്ങുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ്സിനൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ബ്രെംബോൻ്റെയൊക്കെ ബ്രേക്ക് പാഡിനൊക്കെ ഒരു 6,000-7,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ബ്രേക്ക് പാഡ്സ് കിട്ടും. സോ ബ്രേക്സ് ഒന്നും അത്ര എക്സ്പെൻസീവ് അല്ല ആൻഡ് ദേ ലാസ്റ്റ് വെൽ.
അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊരു നല്ലൊരു കോർണർ വരുമ്പോൾ നമ്മൾ 2 ഗിയറൊക്കെ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് നല്ല ഫാസ്റ്റായിട്ടൊക്കെ ഒന്ന് റിവ് ചെയ്തിട്ട് ആ കോർണർ എടുത്ത് കഴിയുമ്പോൾ നമ്മളിതെല്ലാം മറക്കും. ഈ പ്രശ്നങ്ങളൊക്കെ വരണം എന്നല്ല, പക്ഷേ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള പ്രോബ്ലം ഏരിയാസാണ്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളൊരു നല്ല വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഡീൽ ചെയ്യേണ്ടി വരില്ല. പക്ഷേ എന്നാലും ഇറ്റ്സ് ആൻ ഓൾഡ് കാർ, ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ 330കൾക്കും 17 ഇഞ്ച് വീൽസാണ് വന്നിരുന്നത്. ഇതിനൊരു എം സ്പോർട്ട് വേരിയൻറ്റും കൂടി ഉണ്ടായിരുന്നു. എം സ്പോർട്ടിന് ഡിഫറെൻറ്റ് ബമ്പേഴ്സ് ആയിരുന്നു ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ തന്നെ സ്റ്റൈൽ 194M എന്ന് പറയുന്ന അലോയ് വീൽസ് ആയിരുന്നു. ഇറ്റ് ഓൾസോ ഹാഡ് ഡിഫറെൻറ്റ് സ്റ്റിയറിംഗ് വീൽ, എം സ്പോർട്ട് സ്റ്റിയറിംഗ് വീൽ ആയിരുന്നു. പക്ഷേ ഒരു കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BMW അതിന് മാനുവൽ സ്റ്റിയറിംഗ് വീലാണ് ഓഫർ ചെയ്തിരുന്നത്. സോ ഇറ്റ് ഡിഡ് നോട്ട് കം വിത്ത് പാഡിൽസ്. അത് ഭയങ്കര ഒരു ഐറണി ആയിരുന്നു. കാരണം റെഗുലർ വേരിയൻസിന് പാഡിൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, എം സ്പോർട്ട് വേരിയൻറ്റിന് പാഡിൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓൾസോ എം സ്പോർട്ടിൽ നമുക്ക് സ്റ്റാഗേർഡ് വീൽ സെറ്റപ്പ് ആയിരുന്നു. അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും വീൽ സൈസ് ഡിഫറൻ്റ് ആയിരുന്നു. നമുക്ക് ഫ്രണ്ടിൽ 225, 45, 17 ടയേഴ്സ് ആയിരുന്നു, ബാക്കിൽ 255, 40, 17 ആയിരുന്നു. ഈ ഒരു വണ്ടിക്ക് ഓൾ റൗണ്ട് സ്ക്വയർ സെറ്റപ്പാണ്. സോ യു ഗെറ്റ് 225 സെക്ഷൻ ടയേഴ്സ് ഓൾ അറൗണ്ട്. ഇൻ ടേംസ് ഓഫ് ടെക് അത്ര ഔട്ട്ഡേറ്റഡ് അല്ല, കാരണം യു ഗെറ്റ് ദ ഇംപ്രൂവ്ഡ് iDrive. ആദ്യത്തെ iDrive വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിരുന്നു ഈ ഒരു വണ്ടിയുടെ iDrive സിസ്റ്റം. ആൻഡ് ഇന്നിപ്പോൾ ഇതിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്ന പോലത്തെ കുറേ സിസ്റ്റംസ് യു ക്യാൻ ആഡ് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ മൊഡ്യൂൾസ് നമുക്ക് കിട്ടാനുണ്ട്. ഈ വണ്ടിക്ക് ഭയങ്കര ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ടാണ്. സോ എവറിത്തിങ് യു നീഡ് യു വിൽ ഗെറ്റ്. ആഫ്റ്റർ മാർക്കറ്റ് സസ്പെൻഷൻ, ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്സ്, ആഫ്റ്റർ മാർക്കറ്റ് കോയിൽ ഓവേഴ്സ്, ഈവൻ ഗിയർ ബോക്സിന് ഒരു റീമാപ്പ് അവൈലബിൾ ആണ്, ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്സ് അവൈലബിൾ ആണ്, ആഫ്റ്റർ മാർക്കറ്റ് എവറിത്തിങ്. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ആൻഡ് പലപ്പോഴും OEM BMW പാർട്സിനേലും ചീപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റും. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വേർഷൻസ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഹെഡേഴ്സ് ഒന്നും കിട്ടില്ല. മിക്കവാറും നല്ല ഹെഡർ മാനുഫാക്ചറേഴ്സൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കോൺഫിഗറേഷനിൽ നമുക്കത് വെക്കാൻ പറ്റില്ല. സോ ദിസ് ഹാഡ് വൺ ഓഫ് ദ ഏർലിയർ ബ്രേക്ക് വെക്ടറിങ് സിസ്റ്റംസ്. അന്നത്തെ BMWൻ്റെ കോർണറിങ് ബ്രേക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രൂവ്ഡ് DTCകളൊക്കെ വന്ന ഒരു വണ്ടിയാണ്. അതോടൊപ്പം ആ ഒരു മെക്കാനിക്കൽ ബിറ്റ്സും ഉണ്ട്. സോ യു ഹാഡ് ദ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആൻഡ് ഓൾസോ ദ മാനുവൽ ഹാൻഡ് ബ്രേക്ക്. സോ യു ഹാവ് ദാറ്റ് ആഡഡ് സെൻസ് ഓഫ് കൺട്രോൾ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ബ്ലെൻഡാണ് ഓൾഡും ന്യൂവും തമ്മിൽ. ഞാൻ എൻ്റെ മോട്ടറിംഗ് ജേർണലിസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദിസ് ഇസ് വൺ ഓഫ് ദ ഏർലിയർ കാർസ് ഐ ടെസ്റ്റഡ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെമ്മറീസ് എനിക്ക് തിരിച്ചു വരുന്നുണ്ട് ഓടിക്കുമ്പോൾ. ദിസ് കാർ റിമൈൻഡ്സ് മീ ഓഫ് വാട്ട് ഗുഡ് ഓൾഡ് ഡേയ്സ് വേർ. ആൻഡ് ഇപ്പോൾ കുറേയധികം ഫാസ്റ്റ് വണ്ടികളൊക്കെ ഓടിച്ചതിന് ശേഷം നമ്മളിന്നിപ്പോൾ വന്നിട്ട് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പെർഫോമൻസും വലിയ പവർ ഫിഗേഴ്സും ഒന്നുമല്ല നമുക്ക് വേണ്ടത്. യു ഫീൽ കണക്റ്റഡ് വിത്ത് ദിസ് കാർ. ശരിക്കും ഇന്നിപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഫാസ്റ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊരെണ്ണം വാങ്ങണം എന്ന് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാർട്സുമ്മലും സർവീസുമ്മലായിട്ട് കളയുന്ന കാശ് മുഴുവൻ BMW എടുത്തിട്ട് ഇപ്പോൾ ഉള്ള പോലത്തെ വണ്ടികളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഐ കാൻ ലെറ്റ് ദം ഡു ദാറ്റ്. പക്ഷേ ഇതിപ്പോൾ ഓഫർ ചെയ്യുന്ന ഈ ഒരു ഡ്രൈവിംഗ് ഫീലിന്, ഈ ഒരു പ്രൈസിന് ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്. ആൻഡ് താങ്ക്സ് ടു ഡിപ്രീസിയേഷൻ ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നുള്ളത് ദാറ്റ് ഈസ് സംതിങ് എൽസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി കൺസിഡർ ചെയ്യുമെന്നുള്ളതും ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതുപോലുള്ള വീഡിയോസ് ഇനി ചെയ്യണമെന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൊന്ന് അറിയിക്കുക. ഞാൻ തിരിച്ചു പോയിട്ട് ഈ ഒരു റോഡ് ഒന്നുകൂടി എൻജോയ് ചെയ്യാൻ പോവാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.